വെൽക്കം ടു ലേൺ ഡേ. സോ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫസ്റ്റ് മൊഡ്യൂൾ ആണ് കവർ അപ്പ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ നമുക്ക് ഓരോ കോൺസെപ്റ്റ്സും ഓരോ ടോപ്പിക്സും ക്ലിയർ ആയിട്ടും ക്രിസ്പ് ആയിട്ടും നമുക്ക് മുന്നോട്ട് പോവാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് സിലബസ് ഒന്ന് കവർ അപ്പ് ചെയ്യാം. സിലബസിൽ മെയിൻലി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, കൺസെപ്റ്റ്, നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്, evolution of marketing concepts, marketing environments like micro environment and macro environment, ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്. ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് ആയ വാട്ട് ഈസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് നോക്കാം. സോ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സോ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് കൺട്രോളിംഗ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ടു ഐഡന്റിഫൈ കസ്റ്റമേഴ്സ് നീഡ് ആൻഡ് സാറ്റിസ്ഫൈ ദം പ്രോഫിറ്റബിളി. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സിമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലാനിങ്, ഓർഗനൈസിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് കൺട്രോളിംഗ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പഠിക്കുന്നത്. സോ അത് നമ്മൾ പ്ലാൻ ചെയ്യണം, പിന്നെ അത് ഓർഗനൈസ് ചെയ്യണം, വിച്ച് മീൻസ് റിസോഴ്സസ് എല്ലാം നമ്മൾ വെച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ് ഈസ് മീൻ ഓർഗനൈസിങ്. പിന്നെ ഇംപ്ലിമെന്റിങ്, നമ്മൾ ഈ പ്ലാൻ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമല്ലോ. സോ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ആൻഡ് കൺട്രോളിങ്, നമുക്ക് നമ്മൾ വിചാരിച്ച പ്ലാനിനനുസരിച്ചാണോ നമ്മളെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓൾ ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. എല്ലാ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും നമ്മൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഐഡന്റിഫൈങ് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് സാറ്റിസ്ഫൈങ് ദം പ്രോഫിറ്റബിളി. ഒരു ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ജനറേഷൻ ആണ്. സോ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ ചിന്തിക്കണം. സോ നിങ്ങൾ ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് ഒരു ആക്ടിവിറ്റീനെ പ്ലാൻ ചെയ്യുന്നു, അത് ഓർഗനൈസ് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ യു ആർ കൺട്രോളിംഗ് ദം ടു ഐഡന്റിഫൈ ദ കസ്റ്റമേഴ്സ് നീഡ് ആൻഡ് സാറ്റിസ്ഫൈ ദം വിത്ത് പ്രോഫിറ്റബിലിറ്റി. നമുക്കൊരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കസ്റ്റമേഴ്സിന് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പറയുന്നത്. സോ ഈ കൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, എക്സാമിൽ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ വേർഡ്സിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക. അതേപോലെ ടെക്സ്റ്റ് ബുക്സിൽ എന്താണോ അല്ലെങ്കിൽ നോട്ട്സിൽ എന്താണോ അത് അങ്ങോട്ട് പകർത്തി എഴുതിയാലും നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതുമ്പോൾ ഇവാലുവേറ്റേഴ്സിന് മനസ്സിലാവുക യു ഹാവ് ട്രൈഡ് സംതിങ് ടു റൈറ്റ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ വന്ന് അവർ മാർക്ക് തരും. അടുത്തത് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഡെഫിനേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്, വിച്ച് ഈസ് കോട്ടഡ് ബൈ ഫിലിപ്പ് കോട്ട്ലർ. സോ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഇത് നിങ്ങൾക്ക് മേലത്തെ കാര്യം പഠിച്ചില്ലെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ഡെഫിനേഷൻ ആണ് കൂടുതലും ചോദിക്കുക. സോ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ചൂസിംഗ് ടാർഗറ്റ് മാർക്കറ്റ്സ് ആൻഡ് ഗെറ്റിംഗ്, കീപ്പിംഗ് ആൻഡ് ഗ്രോയിങ് കസ്റ്റമേഴ്സ് ത്രൂ ക്രിയേറ്റിംഗ്, ഡെലിവറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് superior customer value. സോ ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷനും പഠിച്ചു നിർത്താം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് കൺട്രോളിംഗ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ടു ഐഡന്റിഫൈ ദ കസ്റ്റമേഴ്സ് നീഡ് ആൻഡ് സാറ്റിസ്ഫൈ ദ പ്രോഫിറ്റബിലിറ്റി. ഇതും നിങ്ങൾക്ക് ഒരു ഡെഫിനിഷന്റെ രൂപത്തിൽ എഴുതാവുന്നതാണ്. സോ അതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് സിംപ്ലി പറഞ്ഞാൽ. സോ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നിങ്ങളൊരു മാർക്കറ്റിംഗ് മാനേജറായി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊരു ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയി കണക്കാക്കാൻ പോകുന്നത്? സോ ഫസ്റ്റ്, ഐഡന്റിഫൈങ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്. ഒരു കസ്റ്റമർ ബേസ് ഉണ്ടെങ്കിലും ആ കസ്റ്റമറിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ ഫസ്റ്റ് ഡ്യൂട്ടി. സോ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങളെ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം. ദാറ്റ് ഈസ് വാട്ട് ഐഡന്റിഫൈങ് കസ്റ്റമേഴ്സ് നീഡ് ആൻഡ് വാണ്ട്സ്. ഡെവലപ്പിംഗ് പ്രൊഡക്ട്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ്. നീഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. സോ ഡെവലപ്പ് പ്രൊഡക്ട്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ് നീഡ്സ്. സെറ്റ് അപ്രോപ്രിയേറ്റ് പ്രൈസിംഗ്, വിച്ച് മീൻസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വെറുതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രൈസ് കൊടുത്തിട്ട് കാര്യമില്ല. പ്രൈസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമ്മൾ വരുന്ന മോഡ്യൂൾസ് നമ്മൾ പഠിക്കും. പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ കുറെ മോഡ്യൂൾസ് പഠിക്കാനുണ്ട്. സോ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നാണ്. ബട്ട് ഇവിടെ നമ്മൾ മെയിൻലി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൈസ് കൊടുക്കണം. ആവശ്യത്തിന് കൂടുതലായിട്ടുള്ള മാർജിൻ വെച്ചിട്ടോ പ്രൈസ് കൊടുക്കരുത്. എന്താണോ കസ്റ്റമേഴ്സിന് പേ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യണം. പ്രൊമോട്ടിംഗ് പ്രൊഡക്ട്സ് എഫക്റ്റീവ്ലി. നമ്മൾ പ്രൊഡക്ട്സ് പ്രൊമോഷൻ നടത്തുന്നതും പ്രോപ്പറായി
ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുകൊണ്ടായിരിക്കണം. ഡെലിവർ പ്രൊഡക്ട്സ് ത്രൂ എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. മാർക്കറ്റിംഗിൽ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. ബിൽഡിംഗ് എ സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഹെൽപ്സ് ദ മാർക്കറ്റ് ഓർഗനൈസേഷൻ ടു ഗ്രോ വൈഡർ. സോ ഒരു പ്രോപ്പർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമ്മൾ കണ്ടെടുത്തണം. പിന്നെ ബിൽഡിംഗ് ലോങ് ടേം കസ്റ്റമേഴ്സ് റിലേഷൻഷിപ്പ്, ഇൻക്രീസിംഗ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, സോ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക, വിച്ച് ഈസ് ഐഡന്റിഫൈങ് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്, ഡെവലപ്പിംഗ് പ്രോഡക്ട്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ് നീഡ്, സെറ്റ് അപ്രോപ്രിയേറ്റ് പ്രൈസിംഗ്, പ്രൊമോട്ട് products efficiently, deliver products through efficient distribution channel, build long-term customer relationship, increase sales and profitability. Increase sales and profitability നിങ്ങൾ ഒരിക്കലും മറന്നു വരരുത്. കാരണം അതാണ് ഒരു മാർക്കറ്റിംഗ് മാനേജറിന്റെയും എന്തൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ആയാലും ദ കോർ സോഴ്സ് ഓഫ് എ ബിസിനസ് ഈസ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. സോ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്. സപ്പോസ് ആപ്പിൾ പ്ലാൻസ് ടു ലോഞ്ച് ന്യൂ പ്രൊഡക്റ്റ്. അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എന്തൊക്കെ മനസ്സിലാക്കണം, കസ്റ്റമേഴ്സിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, അതേപോലെ ഒരു എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടാക്കണം, ഫിക്സിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജി അക്കോർഡിംഗ് ടു ദ കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു പേ, പിന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും സഹായിക്കണം. അതാണ് ഇതിൽ ബേസിക് കൺസെപ്റ്റ് പറയുന്നത്. സോ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. സോ നമ്മൾ പണ്ട് BBA-യിലാണെങ്കിലും ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികൾക്കാണെങ്കിലും മാർക്കറ്റിംഗ് എന്താണെന്ന് സിംപ്ലി അറിയാമായിരിക്കും. പക്ഷെ ഇതിൽ നമ്മൾ പിന്നെ ഒരു മാർക്കറ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. സോ നമുക്കൊരു വെൽ ഫേമസ് ആയുള്ള അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ പുറത്തുവിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്, വിച്ച് ഈസ് മാർക്കറ്റിംഗ് ഈസ് ദ ആക്ടിവിറ്റി സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോസസ്സസ് ഫോർ ക്രിയേറ്റിംഗ്, communicating, delivering and exchanging for offering that have value for customers, client, partners and society at large. നിങ്ങൾ പരമാവധി എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഡെഫിനിഷൻസ് കൂടുതലായിട്ടും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ബൈഹാർട്ട് പഠിച്ചാലും വേണ്ടില്ല, എക്സാംസിന് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാല്യൂ കിട്ടും. സോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് കസ്റ്റമേഴ്സ് നീഡ്, ക്രിയേറ്റിംഗ് വാല്യൂ ആൻഡ് ഡെലിവറിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ദാറ്റ് സാറ്റിസ്ഫൈ ദം ദോസ് നീഡ്സ് പ്രോഫിറ്റബിളി. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ ആണ് ആൻഡ് സിമ്പിൾ ആൻഡ് ക്ലിയർ ആണ്. സോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് ആണ്. സോ നേച്ചർ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഒരു കോർ സ്ട്രക്ചർ ഓർ കോർ ക്യാരക്ടറിസ്റ്റിക്സ്, എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് പറയുന്നതാണ് നേച്ചേഴ്സ് വരുന്നത്. സോ അതിൽ വരുന്ന കസ്റ്റമർ ഓറിയന്റഡ്. ഓബ്വിയസ്ലി നമ്മളൊരു മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിനെ നീഡ് ഐഡന്റിഫൈ ചെയ്തിട്ടും അവർക്ക് വേണ്ട പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുമാണ്. സോ വി നീഡ് ടു ഐഡന്റിഫൈ വാട്ട് ദ കസ്റ്റമേഴ്സ് നീഡ്. സോ അതിൽ പറയുന്നതാണ് കസ്റ്റമർ ഓറിയന്റഡ്. മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് നീഡ്. കസ്റ്റമറുടെ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കിയിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് മാർക്കറ്റിംഗ് ബേസിക്കലി ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് നേച്ചർ ആയിട്ട് പറയുന്നത് നമ്മള് കസ്റ്റമർ ഓറിയന്റഡ്. സെക്കൻഡ്, കണ്ടിന്യൂസ് പ്രോസസ്. മാർക്കറ്റിംഗ് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, അതിന് നിങ്ങൾ പ്രോപ്പറായി മാർക്കറ്റിംഗ് ചെയ്തു, ബട്ട് അത് അവിടെ നിൽക്കുന്നില്ല. എത്രത്തോളം കാലം ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ, യു ഷുഡ് ബി മാർക്കറ്റിംഗ് ഇറ്റ് ഇൻ കണ്ടിന്യൂസ് മാനർ. നമ്മൾ ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പുറത്തു വിടുന്ന സമയത്തും നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് നെവർ സ്റ്റോപ്പ് ബിക്കോസ് കസ്റ്റമർ പ്രിഫറൻസ് കണ്ടിന്യൂസ്ലി ചേഞ്ച്. ഓരോ മാർക്കറ്റിലും ഓരോ സിറ്റുവേഷൻസ് ആണ് പല സമയത്തും വരിക. അതേപോലെ കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസും കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, മാർക്കറ്റ് ഈസ് ഡൈനാമിക്, വിച്ച് മീൻസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് അക്കോർഡിംഗ് ടു വേരിയസ് സിറ്റുവേഷൻസ്. നമ്മൾ അതിനനുസരിച്ച് നമ്മളെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും കൺസെപ്റ്റ്സും നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിംഗ് തന്നെ എൻറ്റയർലി ചേഞ്ച് ചെയ്യണം. സോ ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് നിങ്ങൾ എക്സാംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൊടുക്കാവുന്നതാണ്, അതൊരു വെയിറ്റേജ് ആയി കിട്ടും. പിന്നെ ഗോൾ ഓറിയന്റഡ്. മാർക്കറ്റിംഗ് എയിംസ് ടു സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ് വൈൽ ഏർണിംഗ് പ്രോഫിറ്റ്. ഒരു ഓർഗനൈസേഷനിൽ ഫസ്റ്റ് ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് ടു ഏൺ പ്രോഫിറ്റ്. സോ മാർക്കറ്റിംഗ് എയിംസ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ് വൈൽ ഏർണിംഗ് പ്രോഫിറ്റ്. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്ത് അത് സാറ്റിസ്ഫൈ ചെയ്തതും അതേപോലെ തന്നെ ഓർഗനൈസേഷന് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബേസിക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ. സോ നെക്സ്റ്റ് ഈസ് വാല്യൂ ക്രിയേഷൻ. മാർക്കറ്റിംഗ് ക്രിയേറ്റ് വാല്യൂ റാദർ ദാൻ സിംപ്ലി സെല്ലിംഗ് പ്രൊഡക്ട്സ്. നമ്മൾ ഇവല്യൂഷനിൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിനെ കുറിച്ച് പഠിക്കും. എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഉണ്ടായി വന്നതും
നമ്മൾ പണ്ട് കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൊഡക്ട്സ് വിത്തൗട്ട് ഈവൻ കൺസിഡറിങ് കസ്റ്റമേഴ്സ് നീഡുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കസ്റ്റമേഴ്സിന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക റദർ ദാൻ ജസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ്, വിച്ച് മീൻസ് കസ്റ്റമറിനെ വാല്യൂ മാക്സിമൈസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ട്സ് അവർക്ക് കൊടുക്കുക ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ്. അതാണ് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സ്ചേഞ്ച് പ്രോസസ്, ബിക്കോസ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ചിങ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഫോർ മണി ഓർ ഏതർ അതർ വാല്യൂസ്. അത് നമുക്കൊരു ചെറിയൊരു ഒരു ധാരണ വെച്ച് എഴുതാവുന്നേ ഉള്ളൂ. ഒരു പ്രോസസ് എക്സ്ചേഞ്ച് പ്രോസസ് നടക്കാണ്. മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൈസ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് എക്സ്ചേഞ്ച് പ്രോസസ് മീൻസ്. സോ ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റി, മാർക്കറ്റിംഗ് ഒരിക്കലും ഒരു സിസ്റ്റമോ ഒരു ഡിപ്പാർട്ട്മെന്റോ ബേസിസിലല്ല. സോ മാർക്കറ്റിംഗ് കോർഡിനേറ്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് പ്രൊഡക്ഷൻ, ഫിനാൻസ്, HR ആൻഡ് സെയിൽസ്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ലോഞ്ചിങ് എ ന്യൂ കാർ റിക്വയർസ് കോർപ്പറേഷൻ എമംഗ് എഞ്ചിനീയേഴ്സ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ടീംസ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റോ മാത്രം വിചാരിച്ചിട്ടല്ല ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റാം. സോ അതിന് ബാക്കിൽ ഒരു ബാക്ക് എൻഡ് വർക്ക് നടക്കുന്നുണ്ട്. സോ അതിൽ ചിലപ്പോൾ ഫിനാൻസുകാർ വരാം, എഞ്ചിനീയേഴ്സ് വരാം, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്സ് വരാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വരാം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വരാം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്സ് വരാം. ഇവരെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡൈനാമിക് നേച്ചർ, വിച്ച് മീൻസ് മാർക്കറ്റിംഗ് ചേഞ്ചസ് വിത്ത് ടെക്നോളജി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ഇറ്റ് ഈസ് എ നെവർ എൻഡിംഗ് പ്രോസസ് അക്കോർഡിംഗ് ടു ദ പ്രിഫറൻസ് ഓഫ് ദ കസ്റ്റമേഴ്സ്, ചേഞ്ചിങ് ദ സ്ട്രാറ്റജീസ് ടു അഡാപ്റ്റ് ടു ദ മാർക്കറ്റ്. അതേപോലെ തന്നെ ഡൈനാമിക് നേച്ചർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി മാർക്കറ്റിലെ എൻവയോൺമെന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജീസ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ബിഹേവിയേഴ്സ് ആർ ഓൾസോ ചേഞ്ചിങ് റാപ്പിഡ്ലി. സോ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ചേഞ്ചസ് എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഇസ് വാട്ട് ഡൈനാമിക് നേച്ചർ മീൻസ്. റിലേഷൻഷിപ്പ് ഓറിയന്റഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലോങ് ടേം റിലേഷൻഷിപ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത്, വൺ ടൈം സെയിൽസ് അല്ല. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോക്കസിങ് ഓൺ റീറ്റെയിനിങ് കസ്റ്റമേഴ്സ്. നമുക്ക് ഒരു കസ്റ്റമറിന് ഒരു സമയത്തേക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് പോയാൽ മതി റിക്കറിംഗ് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാർക്കറ്റിംഗ് ലീഡ് ഫോർ റിലേഷൻഷിപ്പ് ഓറിയന്റഡ്. സോ നമ്മൾ നേച്ചറായിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. വിച്ച് മീൻസ് കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്, വാല്യൂ ക്രിയേഷൻ ആണ്, എക്സ്ചേഞ്ച് പ്രോസസ്, ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റി, ഡൈനാമിക് ഇൻ നേച്ചർ, റിലേഷൻഷിപ്പ് ഓറിയന്റഡ്. ദീസ് ആർ ദ നേച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, the marketing. സോ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. സോ മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കസ്റ്റമേഴ്സ്, ബിസിനസ് ആൻഡ് സൊസൈറ്റീസ്. നമ്മൾ മാർക്കറ്റിംഗിനെ ഇമ്പോർട്ടൻസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് 3 രീതിയിലാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സ്, ഇമ്പോർട്ടൻസ് ടു ബിസിനസ് ആൻഡ് ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി. ഈ ഒരു 3 ബേസിസിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സ് ആണ്. സോ സാറ്റിസ്ഫൈങ് ദി നീഡ്സ്, കമ്പനീസ് പ്രൊവൈഡ് പ്രൊഡക്ട്സ് ദാറ്റ് സോൾവ് കസ്റ്റമേഴ്സ് പ്രോബ്ലം. നമ്മൾ ബേസിക്കലി നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, കസ്റ്റമേഴ്സിനെ നീഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ സാറ്റിസ്ഫൈങ് ദി കസ്റ്റമേഴ്സ് നീഡ്. പ്രൊവൈഡിങ് ചോയ്സസ്, മാർക്കറ്റിംഗിൽ ഒരു മാർക്കറ്റിൽ പല പ്രോഡക്ട്സും അവൈലബിൾ ആയിരിക്കാം വിത്ത് ഡിഫറെന്റ് ബ്രാൻഡ്സ്. നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിനെ അവെയർ ആക്കിയിട്ട് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ്. സോ വി ആർ പ്രൊവൈഡിങ് എ choice option to the customers whether to choose our brand or not. Next, creating awareness. Advertisement main objective എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിംഗ് അവയർനെസ് അബൌട്ട് ദ പ്രൊഡക്റ്റ്. നമ്മളെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നമ്മളെ കസ്റ്റമേഴ്സിന് അറിയിക്കുന്നതാണ് ക്രിയേറ്റിംഗ് അവയർനെസ് എന്ന് വെച്ചാൽ. ബെറ്റർ ക്വാളിറ്റി, കോമ്പറ്റീഷൻ എൻകറേജസ് കമ്പനീസ് ടു ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഒരു മാർക്കറ്റിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റും ഒരുപാട് ബ്രാൻഡും അവൈലബിൾ ആണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്ട്രാറ്റജി ഓർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ നമുക്ക് പ്രൈസിന്റെ മേലെയോ അല്ലെങ്കിൽ ക്വാളിറ്റിന്റെ മേലെയോ ആണ്. സോ ഏതൊരു ബ്രാൻഡ് വരുന്ന സമയത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ഇംപ്രൂവ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഓരോ ബ്രാൻഡും അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടാനാണ് ശ്രമിക്കുക. സോ ബെറ്റർ ക്വാളിറ്റി ഉണ്ടാക്കുന്നതാണ് ഇമ്പോർട്ടന്റ് ടു ദ കസ്റ്റമേഴ്സ്. പിന്നെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ടു ബിസിനസ് ആണ്. ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻക്രീസിങ് സെയിൽസ്. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്, വിച്ച് മീൻസ് ഇൻക്രീസിങ് സെയിൽസ് ബൈ പ്രോഫിറ്റ് ജനറേഷൻ. സോ എഫക്റ്റീവ് മാർക്കറ്റിംഗ് ടാക്ടിക്സ് ഉണ്ടെങ്കിലോ അത് കൂടുതലാണ്, ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിലോ
attracts more and more customers to the organization, which ultimately convert into sales. Building brand image. Marketing ആണ് one of the major tool that helps a brand to make a good brand image or positive brand image among the public. ഒരു പബ്ലിക്കിനിടയിൽ നമ്മൾ ബിസിനസിന് നല്ലൊരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും മാർക്കറ്റിംഗ് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ആസ്പെക്ട് ആണ്. നെക്സ്റ്റ്, കസ്റ്റമേഴ്സ് ലോയാലിറ്റി. ഇംപ്രൂവ് കസ്റ്റമേഴ്സ് ലോയാലിറ്റി. നമ്മൾ പല ഓർഗനൈസേഷൻസും അവരെ കസ്റ്റമേഴ്സിന് കുറെ സർവീസസും അതേപോലെ തന്നെ കുറെ ഫീച്ചേഴ്സും ഓഫേഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ ഒരു കണ്ടിന്യൂ റിട്ടൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ പ്രൊവൈഡിങ് എ ലോയാലിറ്റി സർവീസസ് ടു ദം. സോ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് കണ്ടിന്യൂ പർച്ചേസിങ്. നമ്മൾ കസ്റ്റമർ നമ്മൾ സർവീസിലോ നമ്മൾ കൊടുക്കുന്ന ഒരു ഫീച്ചേഴ്സിനോ ഡിസ്കൗണ്ട്സിനോ ഹാപ്പി ആണെങ്കിലോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ദേ വിൽ ചൂസ് അസ് ഓവർ അതർ ബ്രാൻഡ്സ്. പിന്നെ ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ്. മാർക്കറ്റ് റിസർച്ച് പ്രൊവൈഡ് വാല്യുബിൾ ബിസിനസ് ഇൻഫർമേഷൻസ്. നമുക്ക് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻസ് ആയിട്ട് ഡയറക്റ്റ് മാർക്കറ്റിന്റെ ഓരോ ഡാറ്റകളാണ് നമുക്ക് കിട്ടുന്നത്. സോ അതിൽ കൊണ്ട് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്ത് പ്രൈസിങ് സ്ട്രാറ്റജി, എന്ത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണമെന്നും അതിനെ കുറിച്ചുള്ള പ്രോപ്പറായ ഡിസിഷൻ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ബൈ മാർക്കറ്റ് റിസർച്ച് പ്രൊവൈഡ് വാല്യുബിൾ ബിസിനസ് ഇൻഫർമേഷൻസ്. സോ നെക്സ്റ്റ് നമ്മൾ കവർ അപ്പ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് സൊസൈറ്റി ആണ്. സൊസൈറ്റിയെ നമ്മൾ ജനറൽ ആസ്പെക്ട് ചിന്തിച്ചാൽ മതി. ഒരു ബിസിനസ് വരികയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്? ഒന്ന്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഇംപ്രൂവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, എൻകറേജിങ് ഇന്നോവേഷൻസ്, പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് സൊസൈറ്റി. സോ നമ്മൾ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻസിനെ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സ്, ഇമ്പോർട്ടൻസ് ടു ബിസിനസ്, ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് ആണ്. ഇന്ന് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിനെ ഒരു സ്റ്റേജസ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ബിഫോർ 1920s. ഇതിന് ഐഡിയ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് പ്രിഫർ പ്രൊഡക്റ്റ് ദാറ്റ് ആർ ഇൻഎക്സ്പെൻസീവ് ആൻഡ് വൈഡ്ലി അവൈലബിൾ. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ആണ്. മാസ് പ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് ഓഫ് സ്കെയിലിൽ നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിയാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. വിച്ച് മീൻസ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസും കുറയ്ക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഫസ്റ്റ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് വരുന്നത്. ബൈ പ്രൊഡ്യൂസിങ് ഇൻഎക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ആൻഡ് മേക്കിംഗ് ദം വൈഡ്ലി അവൈലബിൾ ഫോർ ദ കസ്റ്റമേഴ്സ്. ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് കൂടുതലായിട്ടും അവൈലബിൾ ആക്കുക, പ്രൊഡക്ഷൻ കൂട്ടുക, അതിനനുസരിച്ച് നമുക്ക് അതിന്റെ പ്രൈസ് കുറയ്ക്കുക. അതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ ബേസിക്കലി പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ്, ലിമിറ്റഡ് കോമ്പറ്റീഷൻ. നെക്സ്റ്റ് സ്റ്റേജസ് ആയി വരുന്ന പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആണ്. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ബിറ്റ്വീൻ 1920s to 1930s ആണ്. ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് പ്രിഫർ പ്രൊഡക്ട്സ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യും ബിക്കോസ് ഇറ്റ് ഈസ് വൈഡ്ലി അവൈലബിൾ. നെക്സ്റ്റ് സ്റ്റേജിൽ കസ്റ്റമേഴ്സ് ആർ ഗെറ്റിംഗ് ഇവോൾവ്ഡ് ആൻഡ് തിങ്കിങ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിന്റെ വൈഡ്ലി അവൈലബിലിറ്റിയോ അല്ല ഇൻഎക്സ്പെൻസീവോ അല്ല നോക്കുന്നത്. കസ്റ്റമേഴ്സ് പ്രിഫർ പ്രൊഡക്ട്സ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ്. ഏതൊരു പ്രൊഡക്റ്റിനാണോ മാർക്കറ്റിൽ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് അതിലേക്ക് പ്രിഫറൻസ് കസ്റ്റമേഴ്സ് കൊടുക്കാൻ തുടങ്ങി. ഇവിടെ ഫോക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ആണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ മോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് റാദർ ദാൻ പ്രൊഡ്യൂസിങ് വാട്ട് എവർ വി ക്യാൻ. ഇൻ ദിസ് കൺസെപ്റ്റ് ഇറ്റ് ഗോസ് ടു മേക്കിംഗ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതിൽ എക്സാമ്പിൾ സോണി ഫോക്കസ്ഡ് ഓൺ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്. അതാണ് പറയുന്നത് സെക്കൻഡ് കോൺസെപ്റ്റിൽ. സെല്ലിംഗ് കോൺസെപ്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നീഡ് പെർസുവേഷൻ ടു ബൈ പ്രൊഡക്ട്സ്. ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സ് സുപ്പീരിയർ ക്വാളിറ്റി എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത കൺസെപ്റ്റ് ആയി വരുന്നതാണ് ഈ സെല്ലിംഗ് കോൺസെപ്റ്റ്. ഇവിടെ കസ്റ്റമേഴ്സിനെ നമ്മളൊരു അവരെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാത്ത അഗ്രസീവ് സെല്ലിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയാം. കസ്റ്റമേഴ്സ് നീഡ്സ് പെർസുവേഷൻ ടു ബൈ പ്രൊഡക്ട്സ്. അവരുടെ നീഡ്സ് അല്ലാതെ പോലും നമ്മൾ അവരെ ബൈ ചെയ്യാൻ വേണ്ടി അഗ്രസീവ്ലി സെല്ല് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഹെവി അഡ്വർടൈസ്മെന്റിൽ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതിനൊരു മോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ പ്രൊഡക്ട്സ് യു പ്രൊഡ്യൂസ്. അവരെ കസ്റ്റമേഴ്സിന്റെ നീഡോ അല്ലെങ്കിൽ വാൻസോ ഐഡന്റിഫൈ ചെയ്യാതെ കമ്പനികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവരുടെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തന്നെ വിൽക്കാൻ ശ്രമിക്കുക.
using aggressive marketing strategies, sales promotions, door-to-door sellings. അടുത്തതായി വരുന്നതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇവിടെയാണ് കുറച്ചും കൂടി നമ്മൾ കസ്റ്റമേഴ്സിനെ നീഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ നമ്മൾ ആദ്യം പഠിച്ചു ഇൻഎക്സ്പെൻസീവ് ആയി പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് ഇൻഎക്സ്പെൻസീവ് പ്രൊഡക്റ്റ് കൊടുത്ത് വൈഡ്ലി അവൈലബിൾ ആക്കുക പ്രൊഡക്റ്റ്. സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യാൻ തുടങ്ങി. തേർഡ് സ്റ്റേജിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് പോലും നോക്കാതെ മാക്സിമലി പ്രൊഡ്യൂസിങ് പ്രൊഡക്ട്സ് ആൻഡ് അഗ്രസീവ്ലി സെല്ലിംഗ് ടു ദ കസ്റ്റമേഴ്സ് rather than കൺസിഡറിംഗ് ദ നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമറിന്റെ ആവശ്യം മനസ്സിലാക്കാതെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് പുഷ് ചെയ്തും ഹെവി അഡ്വർടൈസ്മെന്റ്സും സെല്ലിംഗ് സെയിൽസ് സ്ട്രാറ്റജീസും പിന്നെ ഡോർ സെല്ലിംഗ് വെച്ചിട്ട് ഹെവിലി സെല്ല് ചെയ്യുന്നതാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. നെക്സ്റ്റ് കംസ് ദ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇവിടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു കസ്റ്റമറിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1950s ഓൺവേർഡ്സ് ആണ്. സോ അതിന് ഒരു ഐഡിയ എന്ന് വെച്ചാൽ അറിയാലോ, കസ്റ്റമേഴ്സിന്റെ നീഡ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. മോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസിങ് വാട്ട് ദ കസ്റ്റമേഴ്സ് വാണ്ട് rather than selling the products that the company produce. It focuses on producing what the customers want. നമ്മൾ കഴിഞ്ഞ കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടതല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് ആണ് സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ബാലൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കമ്പനി പ്രോഫിറ്റ് ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഇത് നിങ്ങൾ അടുത്ത സെമിനിലൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതിന്റെ ബേസിസിലാണ് ഇത് വരുന്നത്. ബട്ട് ഇത് മനസ്സിലാക്കേണ്ട കാര്യം സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനും കമ്പനി പ്രോഫിറ്റ്സും സോഷ്യൽ വെൽഫെയറും ഈ മൂന്ന് പില്ലേഴ്സിനെയും ഒരു ഈക്വലി ബാലൻസ് ചെയ്യാൻ പറ്റണം. കമ്പനിക്ക് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം, അതേപോലെ വാലിഡ് ആൻഡ് റീസണബിൾ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. സോഷ്യൽ വെൽഫെയറും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. അതിന്റെ ഫോക്കസും എത്തിക് ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് വരുന്നത്. ഈ ഒരു 5 കൺസെപ്റ്റ്സ് ആണ് നമുക്ക് മാർക്കറ്റിംഗ് ഇവല്യൂഷൻസിൽ വരുന്നത്. സോ ഫസ്റ്റ് എന്താണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആണ്, പ്രൊഡ്യൂസിങ് ഇൻഎക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആൻഡ് മേക്കിംഗ് ദം വൈഡ്ലി അവൈലബിൾ. നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആണ്, കസ്റ്റമേഴ്സ് പ്രിഫർ പ്രൊഡക്ട്സ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ്. അതിനടുത്ത് വരുന്നതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്, കസ്റ്റമേഴ്സ് നീഡ് പെർസുവേഷൻ ടു ബൈ പ്രൊഡക്ട്സ്, അഗ്രസീവ് സെല്ലിംഗ് സ്ട്രാറ്റജി ആണത്. പിന്നെ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണ്, ഐഡന്റിഫൈ ദ കസ്റ്റമേഴ്സ് നീഡ്സ് ദെൻ പ്രൊഡ്യൂസിംഗ് പ്രൊഡക്ട്സ് അക്കോർഡിംഗ്ലി. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് വരുന്നതാണ് സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് ഓർ ദ കറന്റ് സ്റ്റേജ് സൊസൈറ്റിയൽ മാർക്കറ്റിംഗ്, വിച്ച് മീൻസ് ഐഡന്റിഫൈങ് ആൻഡ് സാറ്റിസ്ഫൈങ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് അക്കോർഡിംഗ്ലി, കമ്പനി പ്രോഫിറ്റ്സ് ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഈ 3 കൺസെപ്റ്റും ഈക്വലി ബാലൻസ് ചെയ്യുന്നതാണ് ഈ ഇപ്പോഴത്തെ സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് ആയി വരുന്നത്. സോ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്സ് ആണ്. സോ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്സ് നമുക്ക് എന്താണെന്ന് അറിയാം. ബിക്കോസ് എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് ആണ്. ഒരു മാർക്കറ്റിംഗ് ഓർഗനൈസേഷന്റെ സറൗണ്ടിങ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ. സോ ഡെഫിനിഷനായി നമ്മൾ പറയുന്നത് marketing environment refers to all the internal and external factors that influence an organization's marketing decision and performance. സിമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, വിച്ച് മീൻസ് ഒരു കമ്പനീന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അതേപോലെ കമ്പനീന്റെ ഔട്ട്സൈഡ് പുറത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഓർഗനൈസേഷന്റെ മാർക്കറ്റിംഗ് ഡിസിഷൻസിനെയും പെർഫോമൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ട്. ബേസിക്കലി അത് 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെന്റ്. മൈക്രോ എന്ന് വെച്ചാൽ ചെറുതും മാക്രോ എന്ന് വെച്ചാൽ കുറച്ച് വൈഡർ കൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ എൻവയോൺമെന്റിനെ കുറിച്ചാണ്. മൈക്രോ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ഫോഴ്സസ് ദാറ്റ് ആർ ക്ലോസ് ടു ദ കമ്പനി ആൻഡ് ഡയറക്ട്ലി അഫക്ട്സ് ഇറ്റ്സ് എബിലിറ്റി ടു സെർവ് കസ്റ്റമേഴ്സ്. ഇത് കമ്പനീനെ കുറച്ചുകൂടി കമ്പനീന്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളാണ്. ഡയറക്ട്ലി എഫക്ട്സ് എബിലിറ്റി ടു സെർവ് കസ്റ്റമേഴ്സ് ആണ് മൈക്രോ എൻവയോൺമെന്റ്സ് പറയാം. ഇത് നമ്മൾ ക്ലോസ് സർക്കിൾ എന്ന് പറയുന്നില്ല, ക്ലോസ് ടു ദ കമ്പനി ആൻഡ് ഡയറക്ട്ലി എഫക്ട്സ് ദ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു സെർവ് ദ കസ്റ്റമേഴ്സ് ആണ് മൈക്രോ കൺസെപ്റ്റിൽ വരുന്നത്. സോ അതിന് കോമ്പോണൻസ് ഉണ്ട്. കോമ്പോണൻസ് ആണ് ബേസിക്കലി ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ എഫക്ടിങ് ദ മാർക്കറ്റിംഗ് പെർഫോമൻസ് ആൻഡ് സ്ട്രാറ്റജീസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കമ്പനി.
ഇന്റേണൽ ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് ഫിനാൻസ്, HR, പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ്. അതിൽ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റിംഗ് കനോട്ട് ലോഞ്ച് എ പ്രൊഡക്റ്റ് വിത്തൗട്ട് അപ്രൂവൽ ഫ്രം ഫിനാൻസ് ആൻഡ് പ്രൊഡക്ഷൻ. സോ ഒരു കമ്പനീന്റെ ഉള്ളിൽ തന്നെയുള്ള പല ഡിപ്പാർട്ട്മെന്റ്സിനും ഇടയിലുള്ള പല ഫാക്ടേഴ്സും ഒരു കമ്പനീന് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനും എഫക്ട് ചെയ്യുന്നതാണ് ഈ കമ്പനിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സപ്ലയേഴ്സ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. സോ റോ മെറ്റീരിയൽസും പ്രോപ്പർലി കിട്ടിയില്ലെങ്കിൽ അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും പാക്കേജിങ്ങും പല കാര്യങ്ങളിലും അത് എഫക്ട് ചെയ്യും. മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്ററീസ് ഹെൽപ്പ് ഡെലിവർ പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. ഈ ഇന്റർമീഡിയറ്ററീസ് എന്ന് പറയുന്നത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ലോജിസ്റ്റിക് കമ്പനീസ് ആൻഡ് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഡയറക്ട്ലി കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കും, ഏതൊക്കെ വഴി കൂടെയാണ്, അവരൊക്കെ എഫക്ട് അവരിൽ കൂടെ വരുന്ന ഒരു ഫാക്ടേഴ്സ് ആണ് ഈ മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്ററീസിൽ വരുന്നത്. അതേപോലെ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറ്ററി ഫോർ മെനി ബ്രാൻഡ്സ്. പല ബ്രാൻഡും അവരുടെ പ്രൊഡക്റ്റ് അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഫ്ലിപ്കാർട്ട് കൂടിയാണ്. സോ അവിടെ എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സിൽ ഒരു ചേഞ്ചസോ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം വന്നാലും ഒരു ബ്രാൻഡിന്റെ കസ്റ്റമർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനും അത് എഫക്ട് ചെയ്യും. പിന്നെയാണ് കസ്റ്റമേഴ്സ്. ഇതൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. ബിക്കോസ് കസ്റ്റമേഴ്സിന് എന്തൊരു കൺസ്യൂമർ മാർക്കറ്റിൽ ചേഞ്ച് വന്നാലും നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും കൺസെപ്റ്റ്സും എല്ലാം ചേഞ്ചസ് വരുത്തണം. ലൈക്ക് കൺസ്യൂമർ മാർക്കറ്റ്സ്, ബിസിനസ് മാർക്കറ്റ്, ഗവൺമെന്റ് മാർക്കറ്റ്സ്, ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. സിംപ്ലി പറയുകയാണെങ്കിൽ ടൊയോട്ട സെൽസ് കാർസ് ടു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, ബിസിനസ്സസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. കൺസ്യൂമേഴ്സ് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ. ഒന്ന് കൺസ്യൂമർ മാർക്കറ്റ്സ്, ബിസിനസ് ആയിട്ടുള്ള ഡീലിംഗ്സ്, ഗവൺമെന്റ് ഡീലിംഗ്സ് ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ്. ബിസിനസ് ഓഫേഴ്സ് സിമിലർ പ്രൊഡക്ട്സ്. നമ്മളൊരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ പ്രൊഡക്റ്റ് തന്നെ പല കമ്പനീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസ് പെപ്സി കമ്പീറ്റ്സ് വിത്ത് കൊക്കോകോള. ആ ഒരു ഫാക്ടേഴ്സും നമ്മളെ കമ്പനീന്റെ എബിലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ എഫക്ട് ചെയ്യും. പബ്ലിക് ഗ്രൂപ്പ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ. ഒരു പ്രോപ്പർ റെപ്യൂട്ടേഷനോ ബ്രാൻഡ് ഇമേജിനോ നമ്മളെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പബ്ലിക് എന്ന് വെച്ചാൽ. ലൈക്ക് മീഡിയ, ഗവൺമെന്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോക്കൽ കമ്മിറ്റീസ് എക്സെട്രാസ്. എക്സാമ്പിൾ എന്ന് പറയുന്നുണ്ട് നെഗറ്റീവ് ന്യൂസ് കവറേജ് ക്യാൻ റെഡ്യൂസ് കസ്റ്റമർ സ്ട്രെസ്. നമ്മളൊരു കമ്പനിനെ കുറിച്ച് മോശമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ മാക്സിമം അവോയ്ഡ് ചെയ്യും, ബോയ്ക്കോട്ട് ചെയ്യും. സോ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെയാണ് ഈ നമ്മൾ പബ്ലിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതാണ് നമ്മൾ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന കോമ്പോണൻസ്. മാക്രോ കൺസെപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ മാക്രോ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ബ്രോഡർ ഫോഴ്സസ് ദാറ്റ് എഫക്ട്സ് ഓൾ ബിസിനസ്സസ്. ദീസ് ഫാക്ടേഴ്സ് കനോട്ട് കൺട്രോൾ ബൈ കമ്പനീസ്. നമ്മൾ മൈക്രോയിൽ പറഞ്ഞ ഒരു കമ്പനീനെ എഫക്ട് ചെയ്യുന്നതാണ്. ഐ മീൻ ഒരു കമ്പനീനെ മാത്രം എഫക്ട് ചെയ്യുന്നതാണ്. ബട്ട് മാക്രോ എൻവയോൺമെന്റിൽ പറയുന്ന സമയത്ത് ഓൾ ദ ബിസിനസ്സസ്, എല്ലാ ബിസിനസ്സിനെയും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മാക്രോ എൻവയോൺമെന്റിൽ നമ്മൾ പഠിക്കുന്നത്. സോ അതിൽ വരുന്ന ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ളത് components, demographic environment, like population characteristics, age, gender, education, income, family size. ഇതൊക്കെയാണ് എൻറ്റയർ കമ്പനീസിനെയും അല്ലെങ്കിൽ എൻറ്റയർ മാർക്കറ്റിനെയും എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾ, ഇന്ത്യ ലാർജസ്റ്റ് യങ് പോപ്പുലേഷൻ ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ സ്മാർട്ട് ഫോൺസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻസ്. ഇന്ത്യയിലുള്ള ഒരു മാർക്കറ്റ് അനുസരിച്ച് കൂടുതലും യങ് പോപ്പുലേഷൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ അവിടെ മൊബൈൽ ഫോൺസിനും സ്മാർട്ട് ഫോൺസിനും ഇലക്ട്രോണിക് ഡിവൈസസിനും അതുപോലെ ഓൺലൈൻ എഡ്യൂക്കേഷൻസിനും ഭയങ്കര ഡിമാൻഡും കൂടുന്നുണ്ട്. അടുത്താണ് എക്കണോമിക് എൻവയോൺമെന്റ്. എക്കണോമിക് കണ്ടീഷൻസ് അഫക്റ്റിംഗ് പർച്ചേസിംഗ് പവർ. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എബിലിറ്റി ടു പർച്ചേസ് എ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പർച്ചേസിംഗ് പവർ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. സോ ഒരു കമ്പനിയിൽ കൂടുതൽ ഒരു മാർക്കറ്റില് കൂടുതൽ ഇൻഫ്ലേഷൻസ് ആണ്, ഇൻട്രസ്റ്റ് റേറ്റ്സും വളരെ കൂടുതലാണ്, അൺഎംപ്ലോയ്മെന്റ് ആണ്, പ്രോപ്പർ എക്കണോമിക് ഗ്രോത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പബ്ലിഷ് ചെയ്തിട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ കാര്യമില്ല. ബിക്കോസ് അവിടെ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിപ്പെടാനോ പർച്ചേസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. സോ അതും നമ്മളൊരു എഫക്ട് ചെയ്യുന്ന ഒരു മാറ്റർ ആണ്. പിന്നെ നാച്ചുറൽ എൻവയോൺമെന്റ്, അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഒരു കമ്പനി പല എൻവയോൺമെന്റ് ഫാക്ടേഴ്സും റിസോഴ്സസും യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വാട്ടർ സ്കേഴ്സിറ്റി എൻകറേജസ് കമ്പനീസ് ടു അഡാപ്റ്റ് വാട്ടർ സേവിംഗ് മാനുഫാക്ചറിംഗ് പ്രോസസ്. ഒരു കമ്പനി അവരെ നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ ഒരു പ്രൊഡക്ഷനെയും നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെയും എഫക്ട് ചെയ്യുന്നതാണ് ഈ നാച്ചുറൽ എൻവയോൺമെന്റിൽ കൂടെ പഠിക്കുന്നത്.
പിന്നെ ഒബിയസ്ലി ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി റാപ്പിഡ്ലി ചേഞ്ചിങ് ആണ്, അഡ്വാൻസിങ് ആണ്. സോ എൻവയോൺമെന്റിൽ വരുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വരുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സും അല്ലെ അഡ്വാൻസ്മെന്റ്സും എല്ലാം നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിയും എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പൊ റീസെന്റ് പറയുകയാണെങ്കിൽ 2022 ശേഷമാണ് 22 അന്നൊരു ഓപ്പൺ എ ഐന്റെ ഒരു ട്വീറ്റിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചാറ്റ് ബോട്ട് പുറത്തിറങ്ങി എന്നുള്ള കാര്യം. അതിനുശേഷം തന്നെ ഒരുപാട് ചാറ്റ് ബോട്ട്സ് ആണ് പുറത്തു വന്നത്. സോ അതും ഒരു മാർക്കറ്റ്, ഒരു എൻവയോൺമെന്റിൽ വളർത്തുന്നത്, ഐ മീൻ എൻ്റയർ മാർക്കറ്റിൽ റീസ്ട്രക്ചർ ചെയ്തപ്പെട്ടതും അതിനനുസരിച്ച് എല്ലാ കമ്പനീസും അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഡെവലപ്പും അഡാപ്റ്റും ചെയ്യുന്നതാണ്. സോ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് നമ്മൾ എഫക്ട് ചെയ്യും ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും പെർഫോമൻസിലും. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫ്രെയിംവർക്സ്. ഒരു കൺട്രിയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ അവരുടേതായ ഐ മീൻ ഓരോ കൺട്രീസിന്റെ റെഗുലേറ്ററീസും ഉണ്ടാവും, സ്റ്റാറ്റുട്ടറി റൂൾസും ഉണ്ടാവും. അത് നമ്മൾ പ്രോപ്പർലി പോളിസീസും അതെല്ലാം നമ്മൾ പ്രോപ്പർലി കവറപ്പ് ചെയ്തിട്ടും അതിനനുസരിച്ചും ഐ മീൻ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് കമ്പനീസ് മസ്റ്റ് ഫോളോ FSSAI സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ആ ഒരു ടേംസും സ്റ്റാൻഡേർഡ്സിനും തന്നെ നമ്മൾ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫുഡ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. സോ അതേപോലെ പല കൺട്രീസിലും പല സ്റ്റാൻഡേർഡ്സും പല ലോസും ഉണ്ടാകും. നെക്സ്റ്റ് ആണ് സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെന്റ്. നമ്മളൊരു മാർക്കറ്റിൽ നമ്മളൊരു എൻവയോൺമെന്റിൽ വളരുന്ന സമയത്ത് അവിടെ പല വാല്യൂസും ബിലീഫ്സും കസ്റ്റംസും ലൈഫ് സ്റ്റൈൽസും ഉണ്ടാവും. ഇതൊക്കെ പ്രോപ്പർലി മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് മുന്നോട്ട് പിടിച്ചു നിൽക്കാനും അതേപോലെ ഒരു ലോങ് ടേം ഗ്രോത്തിന് പറ്റുള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനു വേണ്ടി നമ്മൾ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ. നിങ്ങളുടെ എക്സാംസിന് കൂടുതലായിട്ടും ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് എന്നാണ് വരിക. സോ അന്നേരം നിങ്ങൾ രണ്ട് ബോക്സ് വരച്ചിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാനും അതേപോലെ തന്നെ കണ്ടന്റ്സ് കൂടുതലായിട്ടുള്ളത് പോലെ തോന്നുകയും ചെയ്യും. നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ്. ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എല്ലാവർക്കും അറിയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ബിക്കോസ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ടഡ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് വൺ കൺട്രി. ഒരു നാഷണൽ കൺട്രീസിന്റെ ഒരു നാഷണൽ ബൗണ്ടറീസിന്റെ ഉള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനും ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ദ കമ്പനി പ്രൊഡ്യൂസസ് ആൻഡ് സെൽസ് ഗുഡ്സ് ഓൺലി ഇൻ ഹോം കൺട്രീസ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ തന്നെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. വൺ നാഷണൽ മാർക്കറ്റ്, കോമൺ ലാംഗ്വേജസ്, യൂണിഫോം ലീഗൽ സിസ്റ്റം, ഈസിയർ ഡിസ്ട്രിബ്യൂഷൻ, ലോവർ ഓപ്പറേഷണൽ ആൻഡ് കോംപ്ലക്സിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിലും എഴുതാൻ പറ്റുന്നതാണ്. പിന്നെയാണ് അടുത്ത കോൺസെപ്റ്റായി വരുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് പ്ലാനിംഗ്, പ്രൈസിംഗ്, പ്രൊമോട്ടിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ് അക്രോസ് നാഷണൽ ബോർഡേഴ്സ് ടു കസ്റ്റമേഴ്സ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്. നമ്മുടെ ഒരു നാഷണൽ ബോർഡേഴ്സ് അല്ലാതെ അതിന്റെ പുറത്ത് പോയിട്ട് നമ്മൾ ഒരു മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്, പ്ലാൻ ചെയ്തുകൊണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഫിക്സ് ചെയ്തുകൊണ്ട്, പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആൻഡ് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ നാഷണൽ ബൗണ്ടറീസ്, നാഷണൽ അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലാണ്ട് മൾട്ടിപ്പിൾ കൺട്രീസിൽ നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൽ പിന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായി ചോദിക്കാൻ ചാൻസുകളാണ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആണ്. അതിൽ നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവാം, ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവാം, റെഗുലേറ്ററി ഫ്രെയിംവർക്സ് വേറെ ആയിരിക്കാം, അതുപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റീസ്, ട്രേഡ് റെഗുലേഷൻസ്, ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സിംപിളി മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ചെറിയ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. കൂടുതലും എക്സാംസിന് ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റിലാണ് വരിക. സോ ഈ ഒരു ടേബിൾ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ഇത് ഒരു ഏകദേശം 4 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്താണ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ നമ്മള് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് മൊഡ്യൂള് ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ വളരെ സിമ്പിൾ മൊഡ്യൂളാണ്. നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടും റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ വേർഡിങ്സിൽ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ കൂടുതൽ ശ്രമിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഇൻ ടു ദർ ഷൂസ് എന്ന് പറയൂലേ, അതേപോലെ നമ്മളൊരു മാർക്കറ്റിംഗ് മാനേജറായി ചിന്തിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അന്നേരം നിങ്ങൾക്ക് കൂടുതലും കൺസെപ്റ്റ് ഈസിലി മനസ്സിലാക്കാനും അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എക്സാംസിൽ അത് റിട്ടേൺ ചെയ്യാൻ പറ്റും. അത് എല്ലാവരും ശ്രമിക്കുക. സോ നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ ഞങ്ങൾ താഴെ ഒരു ഡ്രൈവ് കൊടുക്കാം. ഇതേ നോട്ട്സ് നിങ്ങൾക്ക് ഡ്രൈവിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആ ഡ്രൈവ് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും എക്സാമിന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഞങ്ങൾ എന്തെങ്കിലും വീഡിയോസിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ്സിൽ കൊടുക്കാം. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ കൂടുതൽ മോഡ്യൂൾസും കൂടുതൽ സബ്ജക്ട്സും ഞങ്ങൾ കവർ അപ്പ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഗൈസ്. ദാറ്റ്സ് ഓൾ.